ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആന്റോ ആന്റണി എംപിയെയും ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യുന്നത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോയെന്നും പരിശോധിക്കും. കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും വിളിച്ചു വരുത്താനും എസ് ഐ ടി നീക്കം. സിജോ വി ജോൺ ചേർന്ന് വിശദാംശങ്ങൾ നൽകാനായി. സിജോ, ആന്റോ ആന്റണിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം എന്താണ്? അടൂർ പ്രകാശിന് ശേഷം കോൺഗ്രസിന്റെ UDFന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പരിധിയിലേക്ക് വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആന്റോ ആന്റണിയിൽ നിന്ന് വിവരങ്ങൾ തേടുക. ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് SIT നീക്കം. ആന്റോ ആന്റണിയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ തന്ത്രി ഒരു 2.5 കോടി നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട തിരുവല്ല സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണിയുടെ പേര് പരാമർശിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്ന ആ സ്ഥാപനത്തിന്റെ ഉടമ പറഞ്ഞിരുന്നത് ഈ ആന്റോ ആന്റണി ഇയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഏകദേശം 2 കോടിയോളം രൂപയാണ് ആന്റോ ആന്റണി വാങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ഈ പണം തിരികെ നൽകിയില്ല. വെറും 20 ലക്ഷം രൂപ മാത്രമാണ് നൽകിയിരുന്നെന്നാണ് പറഞ്ഞിരുന്നത്. അതേ സ്ഥാപനത്തിൽ തന്നെയാണ് തന്ത്രിയും പണം മുടക്കിയതായി നിക്ഷേപിച്ചതായിരുന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നത്. പക്ഷേ ആ സ്ഥാപനത്തിന്റെ ഉടമ, ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമ അക്കാര്യം നിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നു എന്നുള്ളത് ഒരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആന്റോ ആന്റണിയെ വിളിപ്പിച്ചു വരുത്താനും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇതിൽ സ്വാഭാവികമായും UDFനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തിരിച്ചടിയാകുകയാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വന്നതിന് ശേഷം CPMന്റെ മുതിർന്ന നേതാക്കളാണ് പത്മകുമാർ, അതോടൊപ്പം തന്നെ വാസു ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കളും പ്രവർത്തകരുമൊക്കെയാണ് ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇന്നലെ SITയുടെ നീക്കം അത് UDF കൺവീനറെ തന്നെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ആന്റോ ആന്റണിയും വരുന്നത് സ്വാഭാവികമായും UDFനെ ഈ കേസിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നടപടികളിലേക്കാണ് പോകുന്നത്. UDF കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ആന്റോ ആന്റണിയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നെടുമറമ്പിൽ ഫിനാൻസ് ഉടമ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SIT ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലെത്തിയത്. വിശദാംശങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്.